നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തെ തുടർന്ന് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ് കുടുംബസമേതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരൻ ശ്രീജിത്തിനുമൊപ്പം പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. സഹോദരന്റെ നേട്ടത്തിൽ പങ്കുചേരാൻ കാനഡയിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ ലണ്ടൻ ഓന്റാരിയോയിലെ പ്രമുഖ റിയൽട്ടറായ ശ്രീജിത്തും പ്രധാനമന്ത്രിയെ കയ്യകലത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ ത്രില്ലിലാണ്. ലളിതവും സുന്ദരവുമായ ആ കൂടിക്കാഴ്ച ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അനുഭവങ്ങളിൽ ഒന്നായി ഹൃദയത്തിൽ ചേർത്തു വെക്കുന്നുവെന്ന് ശ്രീജിത്ത് പറഞ്ഞതായി സുഹൃത്തും ലണ്ടൻ ഓന്റാരിയോയിലെ മറ്റൊരു പ്രമുഖ റിയൽട്ടറുമായ മനോജ് വിശ്വനാഥൻ കനേഡിയൻ താളുകളെ അറിയിച്ചു. നയഗ്ര മലയാളി സമാജത്തിന്റെ ഓണാഘോഷത്തിൽ പ്രശസ്ത നാടൻപാട്ട് പിന്നണി ഗായകൻ അതുൽ നറുക്കരയുടെ ഗാനമേളയും കടുവ എന്ന ചിത്രത്തിലെ പാലപ്പള്ളി തിരുപ്പള്ളി എന്ന് തുടങ്ങുന്ന ഒറ്റ ഗാനത്തോടെ കേരളത്തിന്റെ പ്രിയപ്പെട്ടവനായ അതുൽ ഓഗസ്റ്റ് 24 നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ നാടൻപാട്ടിന്റെ നാദവിസ്മയമൊരുക്കും. കാനഡയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ജൂലൈയിൽ 2.5% കുറഞ്ഞു. യാത്രാ ടൂറുകൾ, യാത്രാ വാഹനങ്ങൾ, വൈദ്യുതി എന്നിവയിലുണ്ടായ വിലസ്ഥിരത പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി ഫെഡറൽ ഏജൻസി പറയുന്നു. 2021 മാർച്ചിന് ശേഷം ഉപഭോക്തൃ വില സൂചികയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വാർഷിക വർധനയും ജൂലൈ അടയാളപ്പെടുത്തി. പണപ്പെരുപ്പം കുറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് കാനഡ ബാക്ക് ടു ബാക്ക് മീറ്റിംഗുകളിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. കാർ മോഷണം തടയാൻ പുതിയ പദ്ധതികളുമായി ടൊറന്റോ പോലീസ്. ഓരോ 14 മിനിറ്റിലും ഒരു കാർ മോഷ്ടിക്കപ്പെടുന്നുവെന്ന കുപ്രസിദ്ധി ഒഴിവാക്കാൻ കൂടുതൽ ഫലപ്രദമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുകയാണ് തങ്ങളെന്ന് TPS മേധാവി മൈറൂൺ ഡെംകിം വ്യക്തമാക്കി. കാർ മോഷ്ടാക്കളെ കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്തുന്നതിനെപ്പറ്റി അടുത്തുതന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. $100 മില്യൺ മുടക്കി 5 ഹെലികോപ്റ്ററുകളുടെ കൂടി സേവനം ഈ ഉദ്ദേശത്തിനായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ഓന്റാരിയോയിലെ ഫോർട്ട് ഫ്രാൻസിസിന്റെ വടക്ക് കിഴക്കായി US കാനഡ അതിർത്തിക്കടുത്തുള്ള 1 നൂറ്റാണ്ട് പഴക്കമുള്ള റെയിൽ ലിഫ്റ്റ് പാലം തകർന്നു വീണു. റെയിനി റിവർ റെയിൽ ലിഫ്റ്റ് ബ്രിഡ്ജ് എന്നും 5 മൈൽ ബ്രിഡ്ജ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ പാലം 1908 പണി കഴിപ്പിച്ചതാണ്. അപകടത്തിൽ ആർക്കും പരിക്കുകളോ മറ്റു അപായങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൌത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവി സർജൻ വൈസ് അഡ്മിറൽ ഡോക്ടർ ആർസറിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത്. ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം യുവരാജ് സിംഗിന്റെ ജീവിതം സിനിമയാകുന്നു. വെറൈറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സീരീസിലെ ഭൂഷൺ കുമാറും 200 നോട്ട് ഔട്ട് സിനിമയുടെ രവി ഭാഗ്ചന്ദ്കയും ചേർന്നാകും ഈ പ്രൊജക്ട് നിർമ്മിക്കും. ബയോപിക്കിന്റെ സംവിധായകനെയും അഭിനേതാക്കളെയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൌസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.